അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡയമണ്ട് കട്ട്സ് എന്നോ 6 നമ്പർ എന്നോ ഒക്കെ പേരുള്ള ഒരു ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. ഇതിന് സ്പൈസി വേർഷനും ഉണ്ട്, സ്വീറ്റ് വേർഷനും ഉണ്ട്. നമുക്കിന്നിവിടെ സ്വീറ്റ് വേർഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഇതിനാകെ 3 ചേരുവ മാത്രം മതിയേ. ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ പിഴിയാനായിട്ട് തേങ്ങ ചിരവി വെക്കാവേ. ഒരു അരമുറി തേങ്ങയെ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പാല് പിഴിഞ്ഞതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. അടുത്ത് നമുക്കൊരു എഗ്ഗ് വേണം. ഒരു എഗ്ഗ് ഫുള്ള് വേണ്ട, എന്നാലും ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് ബീറ്റ് ചെയ്യാവേ. എഗ്ഗ് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നല്ല ക്രിസ്പി ആവാനായിട്ടാട്ടോ. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മൈദാമാവാട്ടോ. മൈദാമാവോ ഗോതമ്പ് മാവോ നമുക്ക് ഉപയോഗിക്കാവേ. ഇനി അത് നമുക്ക് മിക്സ് ചെയ്യാം. ഒരല്പം ഉപ്പും കൂടി ചേർക്കാവേ. ആദ്യം നമുക്ക് എഗ്ഗ് ഒഴിക്കാവേ. ഒരു ഹോൾ എഗ്ഗ് എടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം എടുക്കുന്നുള്ളേ. എഗ്ഗ് ചേർക്കുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമേ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങാപ്പാലൂടെ ചേർത്ത് നന്നായിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് എടുക്കണേ. നമ്മളിപ്പം ഒരു മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതിയേ. ഫുൾ എടുക്കണമെന്നില്ല. തേങ്ങാപ്പാലോ നമുക്ക് ചൂടുവെള്ളമോ എന്ത് വേണേലും ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ നീഡ് ചെയ്യാവേ. ഇങ്ങനെ നീഡ് ചെയ്യുമ്പം മാവ് നല്ല സോഫ്റ്റ് ആകുമ്പോഴത്തേനും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമുക്ക് നന്നായിട്ട് നീഡ് ചെയ്യാവേ. നീഡ് ചെയ്തിട്ട് ഇതാകുന്നുണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ്. ഇനി നമുക്കത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാവേ. അതാകുമ്പോൾ പരത്താനായിട്ട് നല്ല ഈസി ആയിരിക്കും. അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ ബോൾസ് ആക്കുന്നത്. ഇനി അത് നല്ല നൈസായിട്ട് കനം കുറച്ച് നന്നായിട്ട് പരത്തണം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്യുന്നതിലാണ് അതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ തന്നെയാണ് ആ സ്നാക്കിന് പേര് 6 നമ്പർ എന്നും ഡയമണ്ട് കട്ടെന്നും വന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യം താഴേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഡയഗണലായിട്ട് കട്ട് ചെയ്യണേ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ 6 നമ്പറിൻ്റെ ഷേപ്പ് കിട്ടുന്ന, ആ ഒരു ഡയമണ്ട് കട്ട് ഷേപ്പ് കിട്ടുന്ന അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് പരത്തി വെച്ച മാവ് എല്ലാം അങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം ഇപ്പം തന്നെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഡയമണ്ട് ഷേപ്പിൽ വന്നേക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാവേ. എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് നമുക്ക് ആദ്യം ഒരു ശകലം ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എണ്ണ ചൂടായെന്നേ. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഡയമണ്ട് കട്ട്സ് എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരാവേ. എണ്ണയിലിടുമ്പോൾ കൂടിയിരുന്നാലും അത് വറുത്ത് കഴിയുമ്പോഴത്തേനും അത് സെപ്പറേറ്റ് ആയിട്ട് വന്നോളുവേ. അങ്ങനെ നമുക്ക് എല്ലാം അങ്ങനെ വറുത്തെടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്വീറ്റ് വേർഷനാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്കിനി പഞ്ചസാര അതിൻ്റെ പാനിയാക്കി എടുക്കാവേ. അതിനുവേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. നമുക്കിപ്പോൾ അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് കുറച്ചേ എടുക്കുന്നുള്ളേ. ഇനി ആ പഞ്ചസാര എടുത്തതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അത് മിക്സ് ആവാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളേ. ഇനി നമുക്കത് ഇളക്കി നല്ല പാനി പരുവമാക്കണേ. കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. നല്ല ബബിൾസൊക്കെ വരും, അതൊക്കെ നോക്കി അടിയിൽ പിടിക്കാതെ നല്ല എപ്പോഴും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇത് കരിഞ്ഞ് അവിടെയൊന്നും പിടിക്കാതെ എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേന് ബബിൾസൊക്കെ വരാൻ തുടങ്ങും. അപ്പം നമ്മൾ കൂടുതൽ ഇളക്കിക്കൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞിട്ട് ഇത് പാനിപ്പരുവം ആകുന്നതെന്ന് വെച്ചാൽ സ്പൂൺ വെച്ച് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പം ഇങ്ങനെ താഴേക്ക് നന്നായിട്ട് യൂസ് ചെയ്ത് വീഴണം. അതല്ലാതെ തന്നെ നമുക്കറിയാനായിട്ട് എടുത്ത് നോക്കുമ്പോൾ കയ്യിലിങ്ങനെ ജസ്റ്റ് ഒട്ടുന്ന പരുവാണെങ്കിലും അതാണ് നമ്മുടെ പാനിപ്പരുവം. ഇനി നമ്മുടെ ഈ പാനി നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഡയമണ്ട് കട്ട്സിലേക്ക് ഒഴിച്ച് അന്നേരം തന്നെ നമുക്കിത് കുടഞ്ഞ് എല്ലായിടത്തും ആക്കണേ. അങ്ങനെയാണ് ഇതിന് മധുരം ചേർക്കുന്നത്. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ടല്ല, നമ്മളിങ്ങനെ കുടഞ്ഞാണ് എല്ലായിടത്തും മിക്സ് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് 3 ചേരുവകൾ കൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, അതാണ് നമ്മുടെ ഡയമണ്ട് കട്ട്സിൻ്റെ ഷേപ്പ്. 6 നമ്പർ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. 3 ചേരുവ മതിയേ. ഇത്രയും സിമ്പിളായിട്ട് വേറെ ഒരു സ്നാക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് താഴെ ഫീഡ്ബാക്കും അറിയിക്കണേ. നേരത്തെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് വീഡിയോ ഷെയറും ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്